ആ പ്രതീക്ഷയാണ്. യേശുക്രിസ്തു ആ ബാലൻ പ്രതിദാനം ചെയ്യുന്ന പ്രതീകമാണ് ആ മഴവില്ല്. പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് പങ്കുവയ്ക്കുന്നവരായി ദൈവം നമുക്ക് നൽകുന്നതിൽ ഒരിക്കലും അഹങ്കരിക്കാതെ നാം എല്ലാം ദൈവസന്നിധിയിൽ നിസ്സാരരാണെന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് ദൈവം നൽകിയത് പങ്കുവയ്ക്കാനുള്ളതാണ് എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് ആവർത്തിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. 2 ചെറുപ്പക്കാരൊരു യാത്ര ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ഈ ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. ട്രെയിൻ എവിടൊക്കെ നിർത്തിയാലും സ്റ്റേഷനിൽ ഇറങ്ങി എന്തെങ്കിലും കുടിക്കും, എന്തെങ്കിലും കഴിക്കും. തിരുവനന്തപുരത്തു നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ സ്റ്റോപ്പിൽ 2 പേരും ഇറങ്ങി ചായ വാങ്ങി കഴിച്ചു. ചായ കുടിക്കുന്നതിനിടയിൽ ഇതിലൊരാൾ നല്ല ബുദ്ധിമാനാണ്. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 1000 രൂപ നോട്ടെടുത്ത് ചായക്കാരന് കൊടുത്തു. 4 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പാവപ്പെട്ട മറ്റേ സ്നേഹിതൻ അദ്ദേഹത്തെ തടഞ്ഞിട്ട് പറഞ്ഞു, നീ 1000 രൂപ നോട്ട് മാറണ്ട, എൻ്റെ ചില്ലറയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം 4 രൂപ കൊടുത്തു. ചായ കൂടി കഴിഞ്ഞ് 2 പേരും തിരിച്ച് ട്രെയിനിൽ കയറി. ട്രെയിൻ യാത്ര തുടർന്നു. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തി 2 പേരും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്തോ വാങ്ങി കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ ബുദ്ധിമാനായ സ്നേഹിതൻ വീണ്ടും 1000 രൂപ നോട്ട് പൊക്കി പിടിച്ചു. മറ്റേ സ്നേഹിതൻ തടഞ്ഞിട്ട് പറഞ്ഞു, ചില്ലറ എൻ്റെ കയ്യിലുണ്ട് സുഹൃത്തെ, 1000 രൂപ നോട്ട് മാറണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം ചില്ലറ കൊടുത്തു. യാത്ര തുടർന്നു. എറണാകുളത്ത് വണ്ടി എത്തുന്നതിന് മുമ്പ് പല സ്റ്റേഷനിലും ഈ നാടകം ആവർത്തിച്ചു. എല്ലായിടത്തും ഇറങ്ങി എന്തെങ്കിലും കുടിക്കും, കഴിക്കും. ബുദ്ധിമാൻ പോക്കറ്റിൽ നിന്ന് 1000 രൂപ നോട്ട് പൊക്കി പിടിക്കും, മറ്റവൻ ചില്ലറ കൊടുത്ത് പ്രശ്നം തീർക്കും. എറണാകുളത്ത് വണ്ടി ഇറങ്ങുമ്പോൾ ബുദ്ധിമാൻ്റെ പോക്കറ്റിലെ 1000 രൂപ നോട്ട് അങ്ങനെ തന്നെ സുരക്ഷിതമായിട്ടിരിക്കും. പാവപ്പെട്ട സ്നേഹിതൻ്റെ പോക്കറ്റിലെ ചില്ലറ മുഴുവൻ തീർന്നിരിക്കും. ഞാനും നിങ്ങളും ഇതിലാരെ പോലെയാണെന്നൊരു ചിന്ത, ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഈ രാത്രി കടന്നു വരട്ടെ. ദൈവം നമുക്ക് നൽകുന്നതെല്ലാം ചില്ലറയാക്കി ഈ ലോകത്തിന് മറ്റുള്ളവർക്ക് സമർപ്പിക്കുവാനുള്ളതാണ്. അത് 1000 രൂപ നോട്ടാക്കി പുറത്ത് കാണിക്കുവാൻ മാത്രമുള്ളതല്ല, അത് ചില്ലറയാക്കി പങ്കുവയ്ക്കാനുള്ളതാണ് എന്നുള്ള സന്ദേശമാണ് ക്രിസ്മസ് ആത്യന്തികമായി നമുക്ക് നൽകുന്നത്. ദൈവം തൻ്റെ ഏകജാതനെ ചില്ലറയാക്കി നമുക്ക് സമ്മാനിച്ചുവെങ്കിൽ ആ ഏകജാതനെ നാം സ്വീകരിക്കുമ്പോൾ നാം നമുക്കുള്ളതിനെ ചില്ലറയാക്കി രോഗികൾക്ക് ഔഷധമായി, വീടില്ലാത്തവർക്ക് ഭവനമായി, അഗതികൾക്ക് ആശ്രയമായി, ഭക്ഷണമില്ലാത്തവർക്ക് അപ്പമായി, ദാഹിച്ചിരിക്കുന്നവർക്ക് ദാഹജലമായി നമുക്കുള്ളതിനെ പങ്കുവെച്ച് യേശുക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാനും ദൈവത്തിൻ്റെ ഏകജാതനെ ഈ ക്രിസ്മസ് സീസണിൽ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് സ്വീകരിച്ച് അർത്ഥവത്തായി പങ്കിടലിൽ കൂടി ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും ഈ നാളുകളിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചെങ്ങന്നൂർ ഹെറാൾഡ്സിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതവും ക്രിസ്തു നിറഞ്ഞ ക്രിസ്മസിൻ്റെ ആശംസകളും പുതുവത്സരത്തിൻ്റെ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.